അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെയിൽ ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായിട്ട് ലഭിക്കുന്ന കുറച്ച് ഡീൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൈവശം ഒരു SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ SBI ക്രെഡിറ്റ് കാർഡിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. SBI കാർഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് SBI കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് 15,000 രൂപ താഴെ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി M35 5G നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടെ 128 Hz സൂപ്പർ AMOLED ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. 6000 mAh ബാറ്ററി സപ്പോർട്ടും വരുന്നുണ്ട്. Exynos 1380 പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും 13 മെഗാപിക്സൽ സെൽഫി ക്യാമറയുമാണ് ഈ ഫോണിന് വരുന്നത്. നിങ്ങളുടെ കൈവശം SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 13,749 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ല, നിങ്ങൾ EMIയിലൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 13,499 രൂപയ്ക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ പ്രൈസിന് ഈ ഫോൺ എന്തായാലും ഓർത്താണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 25,000 രൂപ താഴെ നിങ്ങൾക്കൊരു ബ്രാൻഡഡ് 4K TV വേണമെങ്കിൽ സാംസങ്ങിൻ്റെ D സീരീസ് ക്രിസ്റ്റൽ 4K വിവിഡ് പ്രോ അൾട്രാ HD സ്മാർട്ട് TV നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 28,990 രൂപയാണ് ഇതിൻ്റെ MRP കാണിച്ചിരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ കൈവശം SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 4,500 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് EMI പർച്ചേസിന്മേൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം എഫക്റ്റീവ്ലി നിങ്ങൾക്ക് 23,490 രൂപയ്ക്ക് ഈ TV EMIയിലൂടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. സെയിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ 35,990 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന TV ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 28,900 രൂപയാണ്. ക്രെഡിറ്റ് കാർഡ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് 23,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടിവിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4K അൾട്രാ HD റെസൊല്യൂഷനാണ് വരുന്നത്. റിഫ്രഷ് റേറ്റ് 50 Hz ആണ്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4K അപ്സ്കെയിലിംഗ്, HDR10+ സപ്പോർട്ട്, HDMI ബ്ലാക്ക് ലെവൽ, UHD ഡിമ്മിംഗ് തുടങ്ങിയ എല്ലാ ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ TVയിൽ വരുന്നുണ്ട്. സൗണ്ട് ഔട്ട്പുട്ട് 20 വാട്ടാണ്. അപ്പോൾ 23,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ TV പർച്ചേസ് ചെയ്യാൻ സാധിച്ചാൽ ഒരു നല്ല ഡീൽ തന്നെയാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ റേറ്റിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്സി S23 FE 8GB 128GB വേരിയൻറ്റിന് വെറും 29,999 രൂപയാണ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 28,749 എന്ന ഡീൽ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഫോൺ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ടാബ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി ടാബ് A9 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 16,999 ആണ് റേറ്റ്. കാർഡ് ഓഫർ ഉൾപ്പെടെ നിങ്ങൾക്ക് 12,999, അതായത് 13,000 രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. 8GB റാമും 128GB സ്റ്റോറേജ് ഡിവൈസും വരുന്ന ഈ ടാബിന് LCD ഡിസ്പ്ലേ വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 740 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹോം യൂസിനും എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ പറ്റിയൊരു ടാബാണ്. നല്ലൊരു ഡീൽ പ്രൈസാണ്. കാർഡുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ടാബ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ഒരു കില്ലർ ഡീലാണ്. ആപ്പിൾ iPhone 13 42,999 റുപ്പീസിന് നമുക്ക് ലഭിക്കും. കാർഡ് ഉണ്ടെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു 1,750 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു 41,250 അത്രയും റുപ്പീസിന് നിങ്ങൾക്ക് ഈ iPhone 13 സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അത്രയും പ്രൈസ് കൊടുത്തിട്ട് iPhone 30 എടുക്കുന്നത് ഒരു നല്ല ഓപ്ഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഒരു 10,000 റുപ്പീസ് കൂടെ നിങ്ങൾക്ക് ഇടാനുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കാർഡ് ഓഫർ ഉൾപ്പെടെ iPhone 15 നിങ്ങൾക്ക് 52,000 റുപ്പീസ്, അറൗണ്ട് 52,000 റുപ്പീസിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് iPhone 30 എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷേ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം iPhone 13 കൺസിഡർ ചെയ്യുക. നമ്മൾ പ്രൈസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോവസ്റ്റ് പ്രൈസ് എവർ സിൻസ് ലോഞ്ചാണ് 41,999 രൂപ. അപ്പോൾ നല്ലൊരു ഡീലാണ്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നല്ലൊരു ഡീൽ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ല പ്രോഡക്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ഇത്തരത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ബ്രൗസറിലായിരിക്കും ഓപ്പൺ ആവുന്നത്, ആമസോണിൻ്റെ ആപ്പിൽ ഓപ്പൺ ആവുന്നില്ല എന്ന് പലരും മെസ്സേജ് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബ്രൗസറിൽ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഷെയർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആമസോൺ ആപ്പിൻ്റെ ഒരു ഐക്കൺ ഇവിടെ ഇത്തരത്തിൽ കാണുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആമസോൺ ആപ്പിൽ നിങ്ങളുടെ
ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ SBI ക്രെഡിറ്റ് കാർഡിനാണ് ഓഫർ ടൈമിൽ ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ SBI ക്രെഡിറ്റ് കാർഡ് സ്വന്തമായിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് SBI ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് നല്ല പ്രൈസിൽ തന്നെ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.